ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വിളമാകമാണ്. അവിടെ ഇന്നുവരെ ജീവിതത്തിൽ ഒട്ടേറെ വർഗീയമായ കലാപങ്ങൾ മലബാറിലുണ്ടായപ്പോഴും നമ്മുടെ പൊന്നാനിയെ സ്പർശിച്ചിട്ടില്ല. ആ പൊന്നാനിയിൽ നമുക്ക് ജീവിക്കാൻ വളരാനും കഴിഞ്ഞത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും ജാതിയും മതവും ചീന്തുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധമായ ആ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ ഈ സദസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നമുക്ക് ഒന്നിച്ച് ജീവിക്കണം, നമുക്ക് ഒന്നിച്ച് ജീവിക്കണം. സർ, ഞങ്ങൾ പോകേണ്ടി വരുമോ? ഞങ്ങൾ പോകേണ്ടി വരുമോ? MLA എൻ്റെ മുഖത്തേക്ക് കുറച്ച് നേരം നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി പറയാം. ഈ ഇരിക്കുന്ന ഞങ്ങളും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനവും ഉള്ള കാലത്തോളം നിങ്ങൾക്ക് ഇന്ത്യ രാജ്യം വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ എനിക്ക് കരുത്ത് നൽകിയത്, എന്നെക്കൊണ്ട് പറയിച്ചത്, എന്നെ വളർത്തിയെടുത്ത എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത്. സ്നേഹസമ്പന്നനായ ഉസ്താദ്, ഒരു 1977 മുതൽ ഞാനും പ്രിയങ്കരനായ ഉസ്താദും തമ്മിൽ ബന്ധമാണ്. അപ്പോൾ വർഷം എത്രയായി? അദ്ദേഹം കോഴിക്കോട് നടത്തുന്ന മർക്കസിൻ്റെ കീഴിലുള്ള സ്കൂൾ, ആ സ്കൂളിൽ കുട്ടികൾക്ക് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദോഷവശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ വിളിക്കും. അതിന് വഴിതൊഴിച്ച് എൻ്റെ കൂടെ പ്രവർത്തിച്ച് കോൺഗ്രസിൽ മന്ത്രിയായി മരിച്ചുപോയ കണ്ണൂർക്കാരനായ നൂറുദ്ദീൻ സാഹിബാണ്. നൂറുദ്ദീൻ സാഹിബിൻ്റെ മകൻ അവിടെയാണ് പഠിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു നീണ്ട ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തീരെ സുഖമില്ല, കൂടുതൽ സംസാരിക്കരുത് എന്ന എല്ലാ നിർദ്ദേശവും ഡോക്ടർമാരിൽ നിന്നും അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും കിട്ടിക്കഴിഞ്ഞിരിക്കുക. പക്ഷേ എനിക്ക് ഈ മഹൽ സദസ്സിനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മളിതാ ഒന്നിച്ചിരിക്കുന്നു. ഉസ്താദ് പറഞ്ഞ വാചകങ്ങളൊക്കെ നിങ്ങൾ ഓർത്തില്ലേ? ഓരോ മതത്തെക്കുറിച്ച് അദ്ദേഹം വളരെ ലളിതമായ രീതിയിൽ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രസംഗം കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരോടും മറ്റ് സഹോദരിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കണം. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളൊരേ കുടുംബത്തിലെ പൗരന്മാരാണ്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തിനും ഒരു ചരിത്രമുണ്ട്. പൊന്നാനി എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ജന്മം നൽകിയ ഈ പൊന്നാനി ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വിളമാകമാണ്. അവിടെ ഇന്നുവരെ ജീവിതത്തിൽ ഒട്ടേറെ വർഗീയമായ കലാപങ്ങൾ മലബാറിലുണ്ടായപ്പോഴും നമ്മുടെ പൊന്നാനിയെ സ്പർശിച്ചിട്ടില്ല. ആ പൊന്നാനിയിൽ നമുക്ക് ജീവിക്കാൻ വളരാനും കഴിഞ്ഞത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും ജാതിയും മതവും ചീന്തുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധമായ ആ പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ ഈ സദസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നമുക്ക് ഒന്നിച്ച് ജീവിക്കണം, നമുക്ക് ഒന്നിച്ച് ജീവിക്കണം. അത് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. പറയാൻ തുടങ്ങിയ ഇങ്ങനത്തെ ലൗഡ് സ്പീക്കർ, ഇങ്ങനത്തെ സ്റ്റേജൊക്കെ കിട്ടിയാൽ നീട്ടി പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ ആരോഗ്യം സമ്മതിക്കുന്നില്ല. കാരണം ഞാൻ പോയി
പല യോഗങ്ങളിലും സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വർഗീയതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ തിരൂർ പ്രദേശത്ത് യോഗം ഉദ്ഘാടനം ചെയ്ത് അവിടുത്തെ MLA കുറുക്കുളി മൊയ്തീനാണ്. ഓരോ പാർട്ടിയുടെ പ്രതിനിധികളുണ്ടായിരുന്നു. അവരൊക്കെ സംസാരിച്ചു. അവസാനമാണ് ഞാൻ സംസാരിക്കേണ്ടത്. ഞാൻ സംസാരിച്ചും കൊണ്ടിരിക്കുന്ന അവസരത്തിൽ 2-3 പെൺകുട്ടികൾ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യം എൻ്റെ നാട്ടുകാർ മനസ്സിലാക്കണം. സർ, ഞങ്ങൾ പോകേണ്ടി വരുമോ? MLA എൻ്റെ മുഖത്തേക്ക് കുറച്ച് നേരം നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി പറയാം. ഈ ഇരിക്കുന്ന ഞങ്ങളും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനവും ഉള്ള കാലത്തോളം നിങ്ങൾക്ക് ഇന്ത്യ രാജ്യം വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ എനിക്ക് കരുത്ത് നൽകിയത്, എന്നെക്കൊണ്ട് പറയിച്ചത്, എന്നെ വളർത്തിയെടുത്ത എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ എല്ലാം പഠിച്ചത്. ഇപ്പോൾ തന്നെ ഒരുപാട് പേർ മക്കയെ ജോലിയുള്ള സുഹൃത്തുക്കളടക്കം ഞാൻ ആ പള്ളിക്ക് പുറത്തിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഹരിദാസേട്ടൻ്റെ 45 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗം ഞങ്ങൾ അവിടെയൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമില്ല, പത്രക്കാർ 1-2 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഈ മാപ്പിളാരുമായി ഇത്ര ബന്ധം? എന്താണ് നിങ്ങൾ അവരെ എപ്പോഴും നിങ്ങളെ കൂടെ അവരായിരിക്കും, നിങ്ങളുടെ വീട്ടിലും അവരായിരിക്കും, എല്ലാ സ്ഥലത്തും അവരായിരിക്കും, എന്താണ് കാരണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മറുപടി ഞാൻ തരാം, 2 കസാര എടുത്തോളാൻ പറഞ്ഞു. ABA സ്കൂളിലെ ആ മൈതാനത്തിരുന്നു കൊണ്ട് ഞാൻ 45 മിനിറ്റ് പ്രസംഗിക്കുകയാണ്. അത് കടന്ന് സംസാരിക്കാൻ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നാം എല്ലാം പഠിക്കേണ്ടത്. അച്ഛനില്ലാതെ വളർത്തുന്ന അമ്മ എന്നെ വളർത്തുമ്പോൾ ഞാൻ കണ്ടത് എൻ്റെ ഗ്രാമമായ പോത്തനൂരിൽ ഒരു പള്ളി, 43 വീടുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു പള്ളി. അത് കഴിഞ്ഞ് ഇപ്പോൾ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട നെയ്തല്ലൂരിൽ മറ്റൊരു പള്ളി, 2 പള്ളി ഉണ്ടാക്കിക്കൊടുത്ത എൻ്റെ അമ്മ. ആ അമ്മയുടെ മകനായി വളരാനും നിങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും സർവശക്തനായ അല്ലാഹു ഇനിയും എനിക്ക് ആയുസ്സ് നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ വരുവാനും ഉസ്താദിരുന്ന ഈ സ്റ്റേജിൽ സംസാരിക്കാനും അവസരമുണ്ടാക്കി തന്നതിൻ്റെ ഭാരവാഹികളുടെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.